ചരിത്രത്തിന്റെ താളുകളിൽ സമാധാനത്തിന്റെ പ്രാവുകളായി ചിത്രീകരിക്കപ്പെട്ടവർ രക്തരൂക്ഷിതമായ യുദ്ധക്കളങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത്? നൂറ്റാണ്ടുകളായി നമ്മൾ കേട്ടുശീലിച്ച മനോഹരമായ കഥകൾക്കു പിന്നിൽ ആരും തുറന്നു പറയാത്ത ഭീകരമായ ചില സത്യങ്ങളുണ്ട്. ചരിത്ര പുസ്തകങ്ങളിൽ ഒളിപ്പിച്ചുവെച്ച ആ കടുത്ത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മളിന്ന് വിരൽ ചൂണ്ടുന്നത്. ഇസ്ലാം ചരിത്രവും വികാസവും എന്ന പുസ്തകത്തിലെ വരികൾ അപ്പടി വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ പല ബിംബങ്ങളുമാണ് തകർന്നു വീഴുന്നത്. പ്രവാചകനും അനുയായികളും പങ്കെടുത്ത ചരിത്രത്തിൽ ഖന്തക്ക് യുദ്ധം എന്നറിയപ്പെടുന്ന ആ പോരാട്ടത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്തായിരുന്നു? ആദർശത്തിന്റെ പേരിലെന്ന വണ്ണം മൺമറഞ്ഞുപോയ ആ യുദ്ധങ്ങളുടെ ഉള്ളറകളിലേക്ക് നോക്കിയാൽ അവിടെ കാണുന്നത് കേവലം അധികാരക്കൊതിയും ധനസമ്പാദനത്തിനുള്ള വ്യഗ്രതയും മാത്രമാണോ? മതപുരോഹിതന്മാരും ഉസ്താദുമാരും ഭക്തിയുടെ ലഹരി നൽകി നമ്മിൽ നിന്ന് മറച്ചുവെച്ച ആ കറുത്ത അധ്യായങ്ങൾ ഓരോന്നായി പുറത്തുവരികയാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ വസ്തുതകൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. രോഗം കൃത്യമായി നിർണയിച്ചാൽ മാത്രമേ അതിനുള്ള ശരിയായ മരുന്ന് നൽകാൻ സാധിക്കൂ. അതുപോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വിദ്വേഷ ചിന്തകളെയും വൈകൃതങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളയാൻ വിശ്വാസി സമൂഹം തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ച് ജീവിക്കുന്ന ഈ മണ്ണിൽ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ കഴിയൂ. അബൂസുഫിയാനും കൂട്ടരും മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ നോക്കിയിട്ടും നടക്കാതെ പോയ ചരിത്രപ്രസിദ്ധമായ ബദർ ചന്തയിലേക്ക് നീങ്ങിയ ആ 1500 പേരുടെ സൈന്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമുക്കടുത്തതായി പരിശോധിക്കാം. ബദർ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വലിയൊരു ആദർശ പോരാട്ടത്തിന്റെ ചിത്രമാണ്. എന്നാൽ ചരിത്രഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു യാഥാർത്ഥ്യം പ്രകടമാകുന്നു. ബദർ എന്നത് യഥാർത്ഥത്തിൽ ഒരു വലിയ ചന്തയായിരുന്നു. കച്ചവട സംഘങ്ങൾ തങ്ങളുടെ വിലപിടിപ്പുള്ള ചരക്കുകളുമായി വന്നെത്തുന്ന ഒരു വലിയ സാമ്പത്തിക കേന്ദ്രം. അവിടെ ചെന്ന് ഒരു യുദ്ധം നയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ആ സമ്പത്ത് കൈക്കലാക്കുക എന്നത് തന്നെയായിരുന്നു. സ്വന്തം നാട്ടിൽ സുരക്ഷിതമായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുക്കുന്നത് പ്രതിരോധമാണ് എന്ന് നമുക്ക് ന്യായീകരിക്കാം. എന്നാൽ സമ്പത്ത് കുമിഞ്ഞുകൂടിയ ഒരു ചന്ത ലക്ഷ്യമാക്കി നീങ്ങുന്നത് എങ്ങനെയാണ് ആദർശ പ്രബോധനമാകുന്നത്? ഹിജ്റ 5-ാം വർഷത്തിൽ ചരിത്രത്തിന്റെ ഗതി മാറ്റിയ ഖന്തക്ക് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. മദീനയിൽ നിന്ന് നാടുകടത്തപ്പെട്ട യഹൂദർ പ്രവാചകനോടുള്ള കടുത്ത പ്രതികാര ചിന്തയിലായിരുന്നു. ഉഹുദ് യുദ്ധത്തിൽ വിജയം വരിച്ച ഖുറൈശികളാകട്ടെ മുസ്ലിങ്ങളെ മണ്ണിൽ നിന്ന് പാടെ തുടച്ചുനീക്കാൻ അവസരം പാർത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ അബൂസുഫിയാന്റെ നേതൃത്വത്തിൽ ഖുറൈശികളും യഹൂദരും 42 വ്യത്യസ്ത അറബ് ഗോത്രങ്ങളും കൈകോർത്തു. 10,000-ഓളം വരുന്ന ഒരു വമ്പിച്ച സഖ്യസൈന്യം മദീനയെ ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. ഈ വൻ ഭീഷണിയെ നേരിടാൻ മദീനയ്ക്കുള്ളിൽ തന്നെ തങ്ങി പ്രതിരോധം തീർക്കാൻ പ്രവാചകനും കൂട്ടരും തീരുമാനിച്ചു. മുൻപ് ഉഹുദ് യുദ്ധത്തിൽ സംഭവിച്ച പരാജയത്തിൽ നിന്നുള്ള കടുത്ത പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ഈ പുതിയ നീക്കം. ശത്രുസൈന്യത്തെ പ്രതിരോധിക്കാൻ മദീനയുടെ വടക്കുവശത്ത് വലിയൊരു കിടങ്ങ് കുഴിക്കാൻ തീരുമാനമായി. പേർഷ്യക്കാരനായ സൽമാൻ നൽകിയ യുദ്ധതന്ത്രമായിരുന്നു അത്. വീടുകളും ഈന്തപ്പനത്തോട്ടങ്ങളുമില്ലാത്ത ആ വഴിയിലൂടെ മാത്രമേ ശത്രുക്കൾക്ക് കടന്നുവരാൻ കഴിയുമായിരുന്നുള്ളൂ. 3000 പേരടങ്ങുന്ന മുസ്ലിം സൈന്യം 20 ദിവസത്തോളം കഠിനമായി അധ്വാനിച്ചാണ് ഈ വലിയ കിടങ്ങ് പൂർത്തിയാക്കിയത്. കൊടും തണുപ്പും പട്ടിണിയും അവരെ വല്ലാതെ അലട്ടിയിരുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ വയറ്റിൽ കല്ലുകൾ വെച്ചുകെട്ടിയാണ് പ്രവാചകൻ ഉൾപ്പെടെയുള്ളവർ അവിടെ പണിയെടുത്തത്. ഈ ദുരിതങ്ങൾക്കിടയിലും അവരുടെ കൂടെയുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെട്ടുകളഞ്ഞു. ചരിത്രം ഇവരെ മുനാഫിക്കുകൾ അഥവാ കപടവിശ്വാസികൾ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ സൂക്ഷ്മമായി ചിന്തിച്ചാൽ പ്രവാചകൻ പറഞ്ഞ ആശയങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ചിന്തിച്ച സാധാരണ മനുഷ്യരായിരുന്നു അവർ. ഒരു പുതിയ ആദർശത്തിന്റെ പേരിൽ നടക്കുന്ന ഈ യുദ്ധങ്ങളുടെയും കൊള്ളകളുടെയും അർത്ഥശൂന്യത അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. യുക്തിപരമായ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ അവരെ നികൃഷ്ടജീവികളെപ്പോലെ ചിത്രീകരിക്കുന്ന സമീപനമാണ് അന്നുണ്ടായത്. കിടങ്ങിന്റെ പണി പൂർത്തിയായതോടെ ശത്രുസൈന്യം അങ്ങോട്ടെത്തിച്ചേർന്നു. മുമ്പ് കണ്ടിട്ടില്ലാത്ത ഈ പുതിയ യുദ്ധതന്ത്രം കണ്ട് അവർ ആകെ അമ്പരന്നുപോയി. കിടങ്ങിന് ഇരുവശത്തുമായി 2 സൈന്യങ്ങളും മുഖാമുഖം നിലയുറപ്പിച്ചു. കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും വന്ന് നേർക്കുനേർ വാളുകൊണ്ട് പോരാടുന്ന അറബികളുടെ പതിവ് രീതിക്ക് ഈ കിടങ്ങ് വലിയൊരു തടസ്സമായി മാറി. അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പുകൾ എയ്യുകയല്ലാതെ ശത്രുക്കൾക്ക് മറ്റു വഴികളൊന്നുമില്ലായിരുന്നു. ഈ കാത്തിരിപ്പ് ദിവസങ്ങളോളം നീണ്ടുപോയപ്പോൾ ശത്രുനേതാക്കൾ ആകെ നിരാശരായി. ഒടുവിൽ അവർ കിടങ്ങിന്റെ വീതി കുറഞ്ഞ ഒരു ഭാഗം കണ്ടെത്തുകയും സമർത്ഥരായ ചില കുതിരപ്പടയാളികൾ അത് ചാടിക്കടന്ന് മറുഭാഗത്തെത്തുകയും ചെയ്തു. അങ്ങനെ അപ്പുറത്തെത്തിയവരിൽ ഒരാളായിരുന്നു തനിക്ക് സമനായി ആരുമില്ലെന്ന് അഹങ്കരിച്ചിരുന്ന അമ്രുബിന് വുദ് എന്ന ഭീമാകാരൻ. തന്നെ നേരിടാൻ ധീരനായ ആരുണ്ടെന്ന് അവൻ ഉറക്കെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ടുവന്ന അലി കടുത്ത പോരാട്ടത്തിനൊടുവിൽ അവന്റെ കഥ കഴിച്ചു. ഇതുകണ്ട് ഭയന്നോടിയ നൗഫൽ എന്ന മറ്റൊരു യോദ്ധാവ് നിയന്ത്രണം വിട്ട് കിടങ്ങിലേക്ക് മറിഞ്ഞുവീണു. താഴെ വീണ അവന്റെ മേൽ മുസ്ലിങ്ങൾ അമ്പുകൾ വർഷിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി. ബദറിലും ഉഹ്ദിലും കണ്ടതുപോലെ ഇവിടെയും ആദ്യത്തെ കൊലപാതകങ്ങൾ നടത്തിയത് മുസ്ലിങ്ങൾ തന്നെയായിരുന്നു.
ധീരന്മാരെന്ന് സ്വയം അവകാശപ്പെട്ട് കിടങ്ങ് ചാടിക്കടന്ന ഇക്രിമ ഉൾപ്പെടെയുള്ള ബാക്കി ശത്രുക്കൾ ജീവനും കൊണ്ട് തിരിഞ്ഞോടി. അപകടം മണത്ത പ്രവാചകൻ പിന്നീട് ആ ഭാഗങ്ങളിൽ കടുത്ത കാവലേർപ്പെടുത്തി. കടുത്ത പ്രതിസന്ധിയുടെ ആ നാളുകളിൽ മുസ്ലീങ്ങളെ കൂടുതൽ തളർത്തിയത് കൊടും തണുപ്പും പട്ടിണിയും മാത്രമല്ലായിരുന്നു. ഒപ്പം നിൽക്കേണ്ടവരുടെ വഞ്ചന അവരെ ആകെ ഉലച്ചുകളഞ്ഞു. ശത്രുക്കളുടെ വൻ സൈന്യത്തെ കണ്ട് ഭയന്ന പലരും പ്രവാചകന്റെ വാഗ്ദാനങ്ങളെ പരസ്യമായി പരിഹസിക്കാൻ തുടങ്ങി. കിസ്രായുടെയും കൈസറിന്റെയും വമ്പിച്ച നിക്ഷേപങ്ങളും റോമാ സാമ്രാജ്യത്തിന്റെ സമ്പത്തുമാണ് യുദ്ധത്തിൽ ജയിച്ചാൽ പ്രവാചകൻ ഇവർക്ക് ഓഫർ ചെയ്തിരുന്നത്. മരണപ്പെട്ടാൽ പരലോകത്തെ സുഖഭോഗങ്ങളും സ്വർഗ്ഗത്തിലെ ഹൂറിമാരും, ജീവിച്ചിരുന്നാൽ അന്യരാജ്യങ്ങളിലെ കൊള്ളമുതലായ വൻ സമ്പത്തും. ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം കേവലം ഭൗതിക സമ്പത്തും അധികാരവും മാത്രമായി മാറുന്ന കാഴ്ചയാണിവിടെ കാണുന്നത്. ഭയം കാരണം മലമൂത്ര വിസർജനത്തിനു പോലും പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് പലരും യുദ്ധക്കളം വിട്ടുപോയി. ഇതിനിടയിലാണ് മദീനയിൽ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ബനു ഖുറൈള എന്ന യഹൂദഗോത്രം മുസ്ലീങ്ങളുമായുള്ള കരാർ ലംഘിച്ച് ശത്രുക്കളുടെ പക്ഷം ചേർന്നത്. മദീനയുടെ ഉള്ളിൽ നിന്നവർ ആക്രമണം നടത്താൻ ഒരുങ്ങിയതോടെ മുസ്ലീങ്ങൾ വലിയൊരു കെണിയിലകപ്പെട്ടു. സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ നബി അവരെ വലിയൊരു കോട്ടയ്ക്കുള്ളിലാക്കി. ആ കോട്ടയ്ക്കു ചുറ്റും നിരീക്ഷണം നടത്തിയിരുന്ന ഒരു ജൂതൻ പ്രവാചകന്റെ അമ്മാവിയായ സഫിയയുടെ കണ്ണിൽപ്പെട്ടു. അവനെ വധിക്കാൻ അവർ ആവശ്യപ്പെട്ടെങ്കിലും താനൊരു കവി മാത്രമാണെന്ന് പറഞ്ഞ് ഹസാൻ ബിൻ സാബിത്ത് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഭയം കാരണം പുരുഷന്മാർ ഒളിച്ചു നിന്നപ്പോൾ സഫിയ ഒട്ടും മടിച്ചില്ല. അവൾ ഒരു വലിയ മരക്കഷ്ണമെടുത്ത് കോട്ടയ്ക്കു പുറത്തിറങ്ങി ആ യഹൂദന്റെ തലയ്ക്കടിച്ച് അവനെ അവിടെത്തന്നെ കൊലപ്പെടുത്തി. അത്രയോടെയും തീർന്നില്ല. അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ തട്ടിയെടുക്കാൻ അവർ ഹസാനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു മൃതദേഹത്തോടങ്ങനെ ചെയ്യാൻ ഹസാൻ തയ്യാറായില്ല. ഒരു വശത്ത് മുനാഫിക്കുകളുടെ വഞ്ചന, മറുവശത്ത് ബനു ഖുറൈളയുടെ കൂറുമാറ്റം, പോരാത്തതിന് പട്ടിണിയും കൊടും തണുപ്പും. മുസ്ലീങ്ങളുടെ അവസ്ഥ ആകെ പരിതാപകരമായി മാറി. ശത്രുക്കൾ എല്ലാ ഭാഗത്തുനിന്നും വളഞ്ഞപ്പോൾ ഹൃദയം തൊണ്ടക്കുഴിയിലെത്തിയതുപോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ഈ കടുത്ത പ്രതിസന്ധിയെക്കുറിച്ച് ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ശാന്തസുന്ദരമായി കഴിഞ്ഞിരുന്ന മദീനയിലേക്ക് ഈ പുതിയ ആദർശവും കൊണ്ടുവന്ന് അവിടുത്തെ സമാധാനം തകർത്തതാണ് യഹൂദഗോത്രങ്ങളെ ശത്രുക്കളാക്കി മാറ്റിയത്. മക്കയിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടപ്പോൾ തങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും സ്വന്തം സ്വത്ത് വീതം വെച്ചു നൽകുകയും ചെയ്ത മദീനക്കാരെ പിന്നീട് മുസ്ലീങ്ങൾ ക്രൂരമായി വേട്ടയാടുന്ന കാഴ്ചയാണ് ചരിത്രത്തിൽ കാണുന്നത്. 6-ാം നൂറ്റാണ്ടിലെ ആ ക്രൂരതകളെ ദൈവത്തിന്റെ അലംഘനീയമായ കൽപ്പനയായി കണ്ട് കണ്ണടച്ച് ന്യായീകരിക്കാൻ മാത്രമേ ഇന്നത്തെ പുരോഹിതന്മാർക്ക് കഴിയൂ. എന്നാൽ ഈ കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ് മുസ്ലീങ്ങൾക്കൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സഹായം അവിചാരിതമായി വന്നെത്തുന്നത്. ശത്രുപക്ഷത്തുള്ള ഗത്ഫാൻ ഗോത്രത്തിലെ പ്രമുഖനായ നായിം ഇബ്നു മസ്ഊദ് രഹസ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച് പ്രവാചകന്റെ അടുത്തെത്തി. താൻ മുസ്ലിമായ വിവരം ശത്രുക്കൾ അറിഞ്ഞിട്ടില്ലെന്നും ഈ പ്രതിസന്ധിയിൽ സഹായിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇത് കേട്ട പ്രവാചകൻ ഒരു വലിയ യുദ്ധതന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. താൻ മുസ്ലിമായ വിവരം ശത്രുക്കളിൽ നിന്ന് പൂർണ്ണമായി മറച്ചുവെക്കാൻ നായിമിനോട് നബി ആവശ്യപ്പെട്ടു. ശത്രുക്കളുടെ ക്യാമ്പിൽ കയറിച്ചെന്ന് അവരെ പരസ്പരം തെറ്റിക്കാനും ഭിന്നിപ്പിക്കാനും നബി അദ്ദേഹത്തിന് അനുവാദം നൽകി. യുദ്ധമെന്നാൽ ഒരു വലിയ കുതന്ത്രമാണെന്നായിരുന്നു നബിയുടെ ഉപദേശം. ഇതനുസരിച്ച് നായിം നേരെ ബനു ഖുറൈള എന്ന യഹൂദഗോത്രത്തിന്റെ അടുക്കലേക്ക് ചെന്നു. ഖുറൈശികൾ ഒരുപക്ഷെ യുദ്ധം ഉപേക്ഷിച്ച് മക്കയിലേക്ക് തിരിച്ചുപോയാൽ മുസ്ലീങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ലെന്ന് അദ്ദേഹം അവരെ ഭയപ്പെടുത്തി. അതിനാൽ നിങ്ങളെ ചതിക്കില്ലെന്ന ഉറപ്പിനായി ചില ഖുറൈശി നേതാക്കളെ ജാമ്യക്കാരായി ആവശ്യപ്പെടാൻ അദ്ദേഹം യഹൂദരെ ഉപദേശിച്ചു. ഇതിനുശേഷം നായിം നേരെ ഖുറൈശികളുടെ ക്യാമ്പിലെത്തി മറ്റൊരു കള്ളക്കഥ മെനഞ്ഞു. യഹൂദർ മുസ്ലീങ്ങളുമായി രഹസ്യക്കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും നിങ്ങളെ ചതിക്കാൻ അവർ ജാമ്യക്കാരെ ചോദിക്കുമെന്നുമായിരുന്നു ആ കള്ളം. ഈ ഒരൊറ്റ കുതന്ത്രത്തോടെ സഖ്യകക്ഷികൾക്കിടയിൽ കടുത്ത സംശയത്തിന്റെ വിത്തുപാകാൻ നായിമിന് കഴിഞ്ഞു. നായിം മെനഞ്ഞ ആ വലിയ കള്ളം കൃത്യമായി ഫലിച്ചു. ബനു ഖുറൈളക്കാർ ഖുറൈശികളോട് ജാമ്യക്കാരെ ചോദിച്ചപ്പോൾ നായിം പറഞ്ഞത് എത്രയോ ശരിയാണെന്ന് ഖുറൈശികൾക്ക് ബോധ്യമായി. അതോടെ ജാമ്യക്കാരെ നൽകാൻ ഖുറൈശികൾ വിസമ്മതിക്കുകയും പരസ്പരമുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തു. സഖ്യകക്ഷികൾക്കിടയിൽ കടുത്ത ഭിന്നിപ്പുണ്ടാക്കാൻ കഴിഞ്ഞതോടെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിമറിഞ്ഞു. തോൽവി ഭയന്ന ശത്രുക്കൾ ഏതെങ്കിലും വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന അവസ്ഥയിലായി. ഒരു പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം നടന്ന ഈ ചതിയും വഞ്ചനയും നിറഞ്ഞ കുതന്ത്രം ആധുനിക കാലത്തെ മുസ്ലിം സംഘടനകൾ പോലും തങ്ങളുടെ വളർച്ചയ്ക്കായി ഇന്നും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മതഭ്രാന്ത് മൂത്ത് പരസ്പരം മത്സരിക്കുന്ന സംഘടനകൾ ഇതര വിഭാഗങ്ങളെ തകർക്കാൻ ഇതേ രീതിയിലുള്ള ഏഷണിയും പരദൂഷണവുമാണ് കുലത്തൊഴിലായി കൊണ്ടു നടക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചതോടെ ഒരു മനുഷ്യന്റെ ഉള്ളിലെ അസൂയയും കുശുമ്പും മാറുന്നതിനു പകരം ചതിയും കള്ളവും കാണിക്കാൻ പ്രവാചകൻ തന്നെ പഠിപ്പിക്കുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് നന്നാകുന്നത്? ശത്രുപക്ഷത്തെ ക്യാമ്പിലെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ നബി പിന്നീട് ഹുദൈഫ എന്ന സ്വഹാബിയെ അങ്ങോട്ടയച്ചു. കടുത്ത ഇരുട്ടിലും കൊടും തണുപ്പിലും ശത്രുക്കൾക്കിടയിലേക്ക് ഹുദൈഫ രഹസ്യമായി നടന്നു നീങ്ങി. അവിടെ അവരെ കാത്തിരുന്നത് പ്രകൃതിയുടെ വലിയൊരു പ്രഹരമായിരുന്നു. ഭീകരമായ കാറ്റാണ് അപ്പോൾ വീശിയടിച്ചിരുന്നത്. ശത്രുക്കളുടെ വിളക്കുകളെല്ലാം അണഞ്ഞുപോയി. അടുപ്പിലിരുന്ന പാത്രങ്ങൾ കാറ്റിൽ മറിഞ്ഞു വീണു.
കടുത്ത ഇരുട്ടിൽ തൊട്ടടുത്തിരിക്കുന്നത് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഭയം മൂത്ത അബൂസുഫിയാൻ തങ്ങൾക്കിടയിൽ ചാരന്മാരുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അടുത്തിരിക്കുന്നവർ ആരാണെന്ന് ഉറപ്പുവരുത്തണമെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട ഹുദൈഫ ഒട്ടും പതറാതെ തന്റെ തൊട്ടടുത്തിരുന്ന ആളുടെ കൈപിടിച്ച് നീ ആരാണെന്ന് ചോദിച്ചു. ഭയന്നുപോയ ആ മനുഷ്യൻ സ്വന്തം പേര് വെളിപ്പെടുത്തിയതോടെ ഹുദൈഫ അവിടെ സുരക്ഷിതനായി. തുടർന്ന് അബൂസുഫിയാൻ തന്റെ സൈന്യത്തോട് മക്കയിലേക്ക് തിരിച്ചുപോകാൻ ആഹ്വാനം ചെയ്തു. കൊടും തണുപ്പും കാറ്റും കാരണം തമ്പുകൾ തകർന്നു വീഴുകയാണെന്നും മൃഗങ്ങൾ ചത്തൊടുങ്ങുകയാണെന്നും ബനു ഖുറൈള തങ്ങളെ ചതിച്ചെന്നും അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇതും പറഞ്ഞ് അബൂസുഫിയാൻ ഒട്ടകപ്പുറത്ത് കയറി അവിടെ നിന്ന് പാഞ്ഞുപോയി. ആരെയും വധിക്കരുതെന്ന് പ്രവാചകന്റെ കർശന നിർദ്ദേശമുള്ളതുകൊണ്ട് മാത്രമാണ് താൻ അബൂസുഫിയാനെ അമ്പെയ്ത് കൊല്ലാതിരുന്നതെന്ന് ഹുദൈഫ പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ശത്രുക്കൾ പിൻവാങ്ങിയ വിവരമറിഞ്ഞ ഗത്ഫാൻകാരും അവിടുന്ന് സ്ഥലം വിട്ടു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ശത്രുപാളയം പൂർണ്ണമായും ശൂന്യമായിരുന്നു. വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും കള്ളത്തരങ്ങളിലൂടെയും പ്രകൃതിയുടെ സഹായത്തോടെയും മുസ്ലിങ്ങൾ രക്ഷപ്പെടുകയായിരുന്നു. ഈ യുദ്ധത്തിൽ ശത്രുപക്ഷത്തുനിന്ന് 3 പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത്. മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നും 6 പേർ മരണപ്പെട്ടു. അതിൽ പ്രമുഖനായ സഹദ് മുആദിന് കടുത്ത പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തെ ചികിത്സിക്കാൻ പലതരം മരുന്നുകൾ കൈവശമുള്ള റഫീദ എന്ന സ്ത്രീയെയാണ് പള്ളിയിലെ ഒരു പ്രത്യേക തമ്പിൽ ചുമതലപ്പെടുത്തിയിരുന്നത്. ദീർഘനാളത്തെ പട്ടിണിക്കും ഉപരോധത്തിനും ഒടുവിലാണ് മുസ്ലിങ്ങൾ ഈ യുദ്ധത്തിൽ വിജയം വരിച്ചത്. പ്രവാചകന്റെ കൗശലം നിറഞ്ഞ യുദ്ധതന്ത്രങ്ങളാണ് ഇവിടെ വിജയത്തിന് കാരണമായത്. എന്നാൽ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ ഇതൊരു ആദർശ പ്രബോധനമല്ല, മറിച്ചൊരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാനും അധികാരം കൈയാളാനുമുള്ള രാഷ്ട്രീയ കൂട്ടായ്മയുടെ പ്രവർത്തനമായിരുന്നുവെന്ന് വ്യക്തമാകും. ചരിത്രത്തിലെ ഈ ക്രൂരതകളെയും പിടിച്ചുപറിയെയും പച്ചയായി മനസ്സിലാക്കിയ ഇസ്ലാമിക പണ്ഡിതനായിരുന്നു സയ്യിദ് അബുൽ അല മൗദൂദി. ഇസ്ലാമിന്റെ ഈ രാഷ്ട്രീയ ലക്ഷ്യം കൃത്യമായി ഉൾക്കൊണ്ടാണ് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത്. ജനാധിപത്യവും സോഷ്യലിസവും ഇസ്ലാമിന് വിരുദ്ധമാണെന്നും 6-ാം നൂറ്റാണ്ടിലെ തിയറികളനുസരിച്ചുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ മാത്രമേ ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ മാനവിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത ഈ വിഷചിന്താഗതികൾ ആധുനിക ലോകത്ത് പിടിച്ചുനിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ തന്നെ ആ ആശയങ്ങളെ തള്ളിപ്പറയുന്ന അവസ്ഥയിലാണ് എത്തിനിൽക്കുന്നത്. ശാസ്ത്രവും വൈജ്ഞാനിക ചിന്തകളും ഇത്രയേറെ പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ഇത്തരം പ്രാകൃതവാദങ്ങളെ ആർക്കാണ് അംഗീകരിക്കാൻ കഴിയുക? മതത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം മനുഷ്യത്വവിരുദ്ധമായ ചിന്താഗതികളെ പാടെ ഉപേക്ഷിച്ച് ഒരു മാറ്റത്തിന് തയ്യാറായാൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ. ദൈവവിശ്വാസം ഉപേക്ഷിച്ച് എല്ലാവരും നിരീശ്വരവാദികളാകണം എന്ന് പറയാനല്ല നമ്മൾ ഈ ചരിത്ര സത്യങ്ങൾ വിളിച്ചു പറയുന്നത്. മറിച്ച് മനുഷ്യന്റെ സമാധാനം കെടുത്തുന്ന ഈ ഇടുങ്ങിയ ചിന്തകളിൽ നിന്ന് മോചിതരായി നല്ല മനുഷ്യരായി ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മൾ അടിസ്ഥാനപരമായി സാമൂഹ്യജീവികളാണ്. ജാതിയും മതവും രാഷ്ട്രീയവുമെല്ലാം മാറ്റിവെച്ച് പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയണം. വിശ്വാസം എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. അത് ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. വിശ്വാസിയായാലും അവിശ്വാസിയായാലും നല്ലൊരു നാളേക്കുവേണ്ടി മനുഷ്യത്വമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നമുക്കൊരുമിച്ച് കൈകോർക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ച ചരിത്ര വസ്തുതകളെയും കപട ആദർശങ്ങളെയും കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? പുരോഹിതന്മാർ നമ്മളിൽ നിന്ന് മറച്ചുവെച്ച ഈ കടുത്ത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചിന്തകളും താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.